ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചിക്കൻ കറി. ലാസ്റ്റ് ഞാൻ വെച്ച സ്റ്റേജാണ്. ചിക്കൻ കറിയാണ്. ഇത് ആരുടെയും റെസിപ്പിയല്ല, എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 1.5 കിലോ ചിക്കനാണ് കേട്ടോ. ചിക്കന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു നമ്മുടെ ഉരുളി അടുപ്പിൽ വെക്കുക. അതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിൽ ഞാൻ കടുകല്ല പൊട്ടിക്കുന്ന പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം പൊട്ടിച്ചിട്ട് നമ്മളെ ചതച്ച മുളക്, ചില്ലി ഫ്ലേക്സ് അത് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇഞ്ചി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചോവ മാറിയതിന് ശേഷം മാത്രമേ ചെറിയ ഉള്ളി ഇടാൻ പാടുള്ളൂ. ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയിട്ട് ശേഷം മാത്രമാണ് ഞാൻ ഉപ്പ് സാധാരണ ചേർക്കാറ്. അല്ലാതെ ഞാൻ അങ്ങനെ ഉപ്പ് ചേർക്കാറില്ല. നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വരണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് നമ്മുടെ പൊടികൾ, മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അതിലും മല്ലിപ്പൊടി ഇട്ടതും ഇതിൽ മിസ്സിങ് ആണ്, സോറി. അപ്പം അത് ഇത്രയും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അങ്ങനെ പച്ചച്ചൊവ മാറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ തട്ടി അതൊരു 5 മിനിറ്റ് ഇളക്കി ചൂടാക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച്. എന്നിട്ട് അതിലേക്ക് ഇപ്പം ഞാൻ ഇട്ടത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് അതങ്ങോട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റേജായി. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ, അതും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലും വേവിച്ചെടുക്കണം. അതാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒരു മീഡിയം ലെവൽ എത്തുമ്പോഴത്തേക്ക് നമുക്കതിൽ ഗരം മസാലപ്പൊടിയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ബെസ്റ്റാണ്. എന്നിട്ട് കുറച്ച് ഗരം മസാല എണ്ണയാണ് കേട്ടോ എപ്പോഴും ചേർത്തത്. അത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണം, ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ സെറ്റായിട്ട് നമ്മളെ ചിക്കൻ കറി ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. കഴിച്ചപ്പോഴും നല്ല രസമാണ്. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ കപ്പ, ചോറ് അങ്ങനെയുള്ള സാധനങ്ങളോട് ആയിരിക്കും കൂടുതൽ ആപ്റ്റ്, ടേസ്റ്റ് ചെയ്യും. ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഇങ്ങനെ നീളത്തിലിട്ടിട്ട് ഞാനിത് മിക്സൊന്നും ചെയ്യില്ല, അടച്ച് വയ്ക്കുക. അപ്പോൾ